യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ കാണിക്കാം. ഇവിടെയാണ് യേശു ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ അവൻ പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. എപ്പോഴെങ്കിലും നിങ്ങളൊരു വേദഭാഗം വായിക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് എഴുതിയെന്ന് നോക്കണം. കാര്യസ്ഥൻ എന്തിനു വേണ്ടിയാണ്? അതിനു മുമ്പലത്തെ വാക്യം നോക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അവൻ്റെ ആ കൽപ്പനകൾ വളരെ ഉയർന്ന നിലവാരമുള്ള ഒന്നാണ്. ഒരിക്കലും കോപിക്കരുത്, ഒരു സ്ത്രീയെ ഒരിക്കലും മോഹിക്കരുത്, ഒരിക്കലും പണത്തെ സ്നേഹിക്കരുത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം, തിന്നാലും കുടിച്ചാലും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്താൽ ആളുകൾ അത് കാണാൻ വേണ്ടി ഒരിക്കലും ആയിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും മറ്റാരും അറിയരുത്. ആരെയും ഒരിക്കലും വിധിക്കരുത്. എന്തൊരു ഉയർന്ന നിലവാരമാണ്! നിങ്ങൾ പറയും, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ ഇത് അനുസരിക്കാനുള്ള കഴിവ് എനിക്കില്ല. വിഷമിക്കേണ്ട, നിങ്ങളെ സഹായിപ്പാനോട് പിതാവിനോട് ചോദിച്ച് ഞാനൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കാം. അവൻ നമ്മെ എന്തിനാണ് സഹായിക്കുന്നത്? ഈ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ കൽപ്പനകൾ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന് കീഴിലായതുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കൃപയുടെ ആത്മാവിനെ തരും. സക്കറിയ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഞാൻ കൃപയുടെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും, യെരൂശലേം നിവാസികളുടെ മേലെ. അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. കൃപയുടെ ആത്മാവ് അവരുടെ മേൽ പകരപ്പെട്ടു. ഈ കൃപ അവർക്ക് പാപത്തെ ജയിക്കാനുള്ള ശക്തി കൊടുത്തു. ഈ ആത്മാവ് 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക. ഇപ്പോൾ അവൻ നിങ്ങളോടൊപ്പമാണ്, എന്നാൽ ആ നാളിൽ അവൻ നിങ്ങളിൽ വസിക്കും. ഇത് വളരെ വ്യക്തമാണ്. ഇപ്പോഴവൻ നിങ്ങളോടൊപ്പമാണ്, അതാണ് പഴയ നിയമം. ആ നാളിൽ അവൻ നിങ്ങളിൽ വസിക്കും. നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ നടത്താൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ ഈ ജീവജല നദി പുറത്തേക്ക് ഒഴുകി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങളൊരനുഗ്രഹമായിരിക്കും. എല്ലാ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. പിശാച് ഈ കാര്യത്തെ നിങ്ങളെ വഞ്ചിച്ചെങ്കിൽ ഇനിയും നിങ്ങൾ അതിനെ അനുവദിക്കരുത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ യോഹന്നാൻ 1:14 ചിന്തിച്ചത്. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതുകൊണ്ട് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതൊരു സമാഗമന കൂടാരത്തിൻ്റെ ചിത്രമാണ്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരം ഇങ്ങനെയായിരുന്നു. യേശു നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ യേശുവാണ് നമ്മുടെ മാതൃക. ഈ കൂടാരം യേശുവിൻ്റെ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെയും. 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ വായിച്ച പോലെ മനുഷ്യൻ ആത്മാവും ദേഹിയും ദേഹവുമാണ്. ഈ കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഈ സമാഗമന കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു വിശുദ്ധ സ്ഥലം, അതുപോലെ ഒരു പ്രാകാരം. മനുഷ്യൻ്റെ ഒരു ശരിയായ ചിത്രമാണ് ഇത്. ഇവിടെ ഈ പ്രാകാരം അത് എല്ലാവർക്കും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിന് തുല്യമാണ്. അതെല്ലാവർക്കും കാണാം. മൂടപ്പെട്ട ഭാഗം അത് 2 ഭാഗങ്ങളായിട്ടാണ്. അത് കാണിക്കുന്നത് ആത്മാവും ദേഹിയുമാണ്. ദൈവവചനം വളരെ കൃത്യമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ ഇത് കണ്ടിട്ടില്ലായിരിക്കും. എന്നാൽ മനുഷ്യൻ എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ചിത്രമാണിത്. ആത്മാവും ദേഹിയും ദേഹവും. ദേഹം എല്ലാവർക്കും കാണാം, എന്നാൽ ആത്മാവും ദേഹിയും അത് മൂടപ്പെട്ടതാണ്. നിങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ പുറത്തുനിന്ന് ഈ ആത്മാവും ദേഹിയും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അതിന് നിങ്ങൾ ഉള്ളിലേക്ക് പോകണം. അടുത്ത സ്ലൈഡിൽ കാണുന്ന പോലെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രാകാരം അത് നമ്മുടെ ജഡത്തിന് തുല്യമാണ്. വിശുദ്ധ സ്ഥലം അത് നമ്മുടെ ദേഹിക്ക് തുല്യമാണ്. അതിവിശുദ്ധ സ്ഥലം അത് നമ്മുടെ ആത്മാവിന് തുല്യമാണ്. ഈ ആത്മാവിനും ദേഹിക്കും ഇടയിൽ ഒരു കട്ടിയുള്ള ഒരു തിരശ്ശീലയുണ്ട്. പഴയ നിയമകാലത്ത് അത് എപ്പോഴും അടച്ചാണ് സൂക്ഷിച്ചിരുന്നത്. മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ അവിടെ പോകും. ഒരിക്കൽ യേശു അവിടെ വരും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. മറ്റാർക്കും അവിടെ പോകാൻ കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായ മേഘസ്തംഭവും അഗ്നിത്തൂണും അത് ആവസിച്ചിരുന്നത് ഈ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മുകളിലായിരുന്നു. ആ പ്രാകാരത്തിൻ്റെ മുകളിലായിരുന്നില്ല, ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ മുകളിലും ആയിരുന്നില്ല.
അത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ജഡത്തിലല്ല വസിക്കുന്നത്, നമ്മുടെ ദേഹിയിലുമല്ല വസിക്കുന്നത്, അത് നമ്മുടെ ആത്മാവിലാണ് വസിക്കുന്നത്. ദൈവവചനം വളരെ വ്യക്തമാണ്, നാം അത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ആ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തിലല്ല വസിക്കുന്നത്, നമ്മുടെ ദേഹിയിലുമല്ല, അത് നമ്മുടെ ആത്മാവിലാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ആ കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിന് മേളിൽ ദൈവത്തിൻ്റെ അഗ്നിത്തൂണും മേഘസ്തംഭവും ഉണ്ടായിരുന്നത്. ഈ ബാഹ്യമായ സമാഗമന കൂടാരം ആർക്ക് വേണമെങ്കിലും സൃഷ്ടിക്കാനായിട്ട് കഴിയും. മോശ ഉണ്ടാക്കിയ സമാഗമന കൂടാരം പോലെ തന്നെ ഫെലിസ്ത്യർക്കും ഒരു സമാഗമന കൂടാരം സൃഷ്ടിക്കാനായിട്ട് അതുപോലെ തന്നെ കഴിയുമായിരുന്നു. അതേ അളവിൽ അതിലുപയോഗിച്ച അതേ വസ്തുക്കൾ കൊണ്ട് അതേ കളറിലുള്ള കർട്ടൻ. എന്നാൽ ഫെലിസ്ത്യർക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, അത് അഗ്നിത്തൂണാണ്. അതുമാത്രമാണ് തെളിയിക്കുന്നത് ഈ സമാഗമന കൂടാരം അത് ദൈവം വസിക്കുന്ന ഇടമാണെന്നുള്ള കാര്യം. ഒരു പുതിയ നിയമസഭയുടെ ലക്ഷണമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും മനോഹരമായ ഒരു പുതിയ നിയമസഭ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പറയാം, ഞാനും അതുപോലൊരു സഭ പണിയുമെന്ന്. എൻ്റെ പട്ടണത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമ്പം അതേ പാട്ട് ഞാനും പാടും, അതേ മാതൃകയിൽ തന്നെ ഞാൻ മീറ്റിംഗ് നടത്തും, അതേ സന്ദേശം തന്നെ ഞാനും പ്രസംഗിക്കും. എനിക്ക് സാക്ബറിൻ്റെ അനേക സന്ദേശങ്ങൾ യൂട്യൂബിൽ കിട്ടും, ഞാൻ അത് തന്നെ പ്രസംഗിക്കും. അതുപോലെ തന്നെ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുക. എന്നാൽ അവിടെ ഇല്ലാത്ത ഒരു കാര്യം ഇതായിരിക്കും, ദൈവത്തിൻ്റെ തീ, പരിശുദ്ധാത്മാവ്. അത് ഫെലിസ്ത്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അത് ദൈവത്തിൽ നിന്ന് വരണം. മാനുഷികമായതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ തീ അവിടെ കാണത്തില്ല. നിങ്ങളൊരു പുതിയ നിയമസഭയിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വഞ്ചിക്കാം. എന്നാൽ അങ്ങനെയല്ല. ഫെലിസ്ത്യർക്കും പറയാം ഞങ്ങൾ സമാഗമന കൂടാരം പണിതെന്ന്, എന്നാൽ ദൈവസാന്നിധ്യം എവിടെയാണ്? ആളുകൾ അവിടെ വരുമ്പം ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുമോ? ഇല്ല. പുതിയ നിയമസഭയുടെ അടയാളം അതാണ്. നിങ്ങൾ പോകുന്ന ഏത് സഭയാണെങ്കിലും നിങ്ങൾ ആ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ദൈവം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. സമാഗമന കൂടാരത്തിൻ്റെ മാതൃക അവിടെ കാണാം, അതെല്ലാം ശരിയായിരിക്കും, എന്നാൽ തീ അവിടെ ഇല്ല. ഇസ്രായേലിൽ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എഹെസ്കേലിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം ആലയത്തെ വിട്ടുമാറി. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തിരശ്ശീല, പഴയ നിയമത്തിലുള്ള ആളുകളോട് ദൈവം പറയുകയാണ്, നിങ്ങളിലുള്ള ഏതോ കാര്യം എൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളിലുള്ള ചില കാര്യം എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. ഒരു കട്ടിയുള്ള തിരശ്ശീല, അതെന്താണ്? പഴയ നിയമത്തിലുള്ള ഒരാളും അതെന്താണെന്ന് മനസ്സിലാക്കിയില്ല. യേശു ക്രിസ്തു വരുന്നത് വരെ നമ്മൾ വായിക്കുന്നു, യേശു കാൽവറി ക്രൂശ് മരിച്ചപ്പോൾ ഈ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ ചിന്തപ്പെട്ടു. ആ അതിവിശുദ്ധ സ്ഥലം അത് തുറക്കപ്പെട്ടു. ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, നിങ്ങൾക്ക് ദൈവം വസിക്കുന്ന ഇടത്തേക്ക് ഇപ്പം പോകാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന് ഇന്ന് വസിക്കാനായിട്ട് കഴിയും. അതുവരെയും അതിന് കഴിയുമായിരുന്നില്ല, എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അത് സംഭവിച്ചു. ആ തിരശ്ശീല കീറപ്പെട്ടപ്പം സംഭവിച്ച കാര്യം അതാണ്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. അനേക ആളുകൾ മനസ്സിലാക്കാത്ത ഒരു വാക്യമാണിത്. ഒന്ന്, അവർ വായിക്കും എന്നിട്ടത് വിട്ടുകളയും. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വിട്ടുകളഞ്ഞിട്ട് പോകരുത്. നിങ്ങൾ പറയുക, കർത്താവേ എനിക്കിത് അറിയണം. ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചത്. 57 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവവചനം പഠിക്കാൻ ഞാൻ തുടങ്ങിയത്. ആ നാളുകളിൽ എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. എനിക്കൊരു വാക്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ വാക്യം വിട്ടുകളയുകയില്ല. ഞാനതിൻ്റെ ആഴത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ആ വാക്യം മനസ്സിലാകാതെ ഞാൻ മുന്നോട്ട് പോകില്ല. ഞാൻ മറ്റു വാക്യം വെച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ഇതേക്കുറിച്ച് എനിക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈ വാക്യം എബ്രായർ 10:20 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. തൻ്റെ ദേഹമെന്ന് ഇവിടെ പറയുന്നത് എന്ത് കാര്യത്തെ പറ്റിയാണ്? അത് സ്വന്തം ഇഷ്ടത്തെ പറ്റിയാണ്. എനിക്ക് നിങ്ങൾക്കുമുള്ള ഒരു കാര്യം യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു. നമ്മൾ ജനിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും യേശു ക്രിസ്തുവിനില്ലായിരുന്നു. മറിയോട് ദൂതൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിന്നിൽ നിന്ന് ജനിക്കുന്നവന് ഒരു വിശുദ്ധ പ്രജയായിരിക്കുമെന്ന്. നമ്മൾ ജനിച്ചതുപോലെ പാപത്തിലല്ല അവൻ ജനിച്ചത്. കാരണം അവനൊരു മാനുഷിക പിതാവില്ലായിരുന്നു. ഒരു പുരുഷൻ്റെ ബീജത്താലല്ല അവൻ ജനിച്ചത്.
പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ നിഴലിട്ടപ്പോൾ അമാനുഷികമായിട്ടാണ് മറിയുടെ ഉള്ളിൽ യേശു ഉരുവായത്. മറിയുടെ അണ്ടത്തിലാണ് സംഭവിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് അമാനുഷികമായിട്ടാണ് ആ ബീജം മറിയുടെ ഉള്ളിൽ സൃഷ്ടിച്ചത്. അങ്ങനെയാണ് യേശുവിൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണ് മനുഷ്യപുത്രൻ ജനിച്ചത്. ഞാൻ പറയുന്ന യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആ ശരീരത്തിൽ ഒരു പാവവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മനഃപൂർവ്വമല്ലാത്ത പാവം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കുണ്ടായിരുന്ന ഒരു കാര്യം അവനുണ്ടായിരുന്നു, അത് സ്വന്തം ഇഷ്ടമായിരുന്നു. ഗതസമന തോട്ടത്തിലുണ്ടായ ആ പോരാട്ടം അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. എന്തായിരുന്നു അവൻ്റെ ഇഷ്ടം? പിതാവേ, എനിക്ക് ഈ പാനപാത്രം വേണ്ട. 1 മണിക്കൂർ അവൻ പോരാടി, എനിക്ക് ഈ പാനപാത്രം വേണ്ട, എനിക്ക് ഈ പാനപാത്രം വേണ്ട, എങ്കിലും എൻ്റെ ഇഷ്ടം വേണ്ട. അങ്ങനെയാണ് തൻ്റെ ജീവിതകാലം മുഴുവനും അവൻ പാപത്തെ ജയിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാനായിട്ട് അവൻ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അവനത് ചെയ്തില്ല. ഇതിൻ്റെ വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് മത്തായി 4 ആ 3 പരീക്ഷകളിൽ നിങ്ങൾക്ക് കാണാം. നീ ദൈവപുത്രനല്ലേ, ഈ കല്ലുകളെ അപ്പമാക്കുക. നിങ്ങൾ വിശന്നിരിക്കുമ്പം നിങ്ങൾക്കൊരിക്കലും ഇതൊരു പരീക്ഷയായിട്ട് തോന്നത്തില്ല. നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരാളുടെ അപ്പം മോഷ്ടിച്ചാൽ അതൊരു പാവമാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾക്ക് കഴിവുണ്ട്. ദൈവം നിങ്ങൾക്ക് ആ കഴിവ് തന്നിട്ടുള്ളപ്പം കല്ലപ്പമാക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് വളരെ വിശപ്പുണ്ട്. 40 ദിവസമായിട്ട് നിങ്ങളൊന്നും ഭക്ഷിച്ചിട്ടില്ല. ഉപവസിക്കുന്നതുകൊണ്ടും ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ടുമാണ് നിങ്ങൾ വിശന്നിരിക്കുന്നത്. നമ്മളീ മിക്കപേരും പറയും, അതിനെന്താ കുഴപ്പം, ദൈവം എനിക്കുള്ള കഴിവ് തന്നിരിക്കുന്നു, ഞാനത് ഉപയോഗിക്കുന്നു. എന്നാൽ യേശു ജീവിച്ചത് ബിരുദാനന്ദ ബിരുദ നിലവാരത്തിലാണ്. ഒരു LKG പഠിക്കുന്ന കുഞ്ഞിൻ്റെ നിലവാരത്തിലായിരുന്നില്ല. അവൻ ഇതിനു മുമ്പ് 30ഓളം കൊല്ലം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിതാണ്, നിനക്ക് ചില കാര്യങ്ങൾ നേടാൻ ദൈവം നിനക്ക് തന്ന ആ ശക്തി നീ ഉപയോഗിക്കുക. അത് ശരിയോ തെറ്റോ? ഉത്തരം എപ്പോഴും അല്ല എന്നാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ നേവിയിലുള്ള എൻ്റെ ജോലി വിട്ട് കർത്താവിനെ സേവിക്കാനായിട്ട് വന്നപ്പം എനിക്കറിയാമായിരുന്നു ഇന്ത്യയിലുള്ള ഒത്തിരി പ്രസംഗകർ ദൈവം അവർക്ക് കൊടുത്ത ആ കഴിവുകൾ, പ്രസംഗത്തിനുള്ള ആ കഴിവ്, അവരത് ഉപയോഗിച്ച് തങ്ങൾക്കായിട്ട് പണം സമ്പാദിക്കുന്നു. 23 വയസ്സുള്ളപ്പം പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് നൽകി. ചിലർ തങ്ങൾക്ക് തന്നെ മാനം സമ്പാദിക്കുന്നു. ഇവിടെയും അവിടെയും ഒക്കെ ഉള്ള വലിയ കൂട്ടായ്മകളിലേക്ക് ആളുകൾ അവരെ ക്ഷണിക്കുന്നു. അവിടെ പോയി നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാം. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അവർ പുസ്തകങ്ങൾ എഴുതുന്നു. ഒരു ക്രിസ്തീയ ബുക്ക് എഴുതുന്നതിനകത്ത് എന്താ കുഴപ്പം? അത് നിങ്ങളൊരു പബ്ലിഷർ കൊടുക്കുന്നു, അവർ നിങ്ങൾ റോയൽറ്റി തരുന്നു, നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങളത് എടുക്കുന്നു. അങ്ങനെ ക്രിസ്തീയ ബുക്കുകൾ എഴുതുന്ന ഈ എഴുത്തുകാർ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. അതുപോലെ ക്രിസ്തീയ ഗാനരചയിതാക്കളുണ്ട്, അവരും അത് എഴുതി കോടികൾ സമ്പാദിക്കുന്നു. ചിലപ്പോൾ അത് 2-3 ലൈനാണ്, അത് പിന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ കോടികൾ ഉണ്ടാക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണ്. ദൈവവേലയിലെ പണത്തിൻ്റെ സ്വാധീനം നിങ്ങൾ കണ്ടോ? ആ കാലത്ത് ദൈവം എന്നെ കാണിച്ചതാണ്, ഞാൻ നിനക്ക് തന്ന കഴിവുകൾ നീ ഒരിക്കലും നിനക്കൊരു കാര്യം നേടാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ബഹുമാനമായിക്കോട്ടെ, പണമായിക്കോട്ടെ, അങ്ങനെയൊന്നും. ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം. ഇതാണ് യേശുവിൻ്റെ 1ാമത്തെ പരീക്ഷയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ദൈവം നിന്നെ അഭിഷേകം ചെയ്തെങ്കിൽ ആ ശക്തി നിൻ്റെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ നേട്ടത്തിന്. യേശു പറഞ്ഞു, ഇല്ല, ഞാനും പറയില്ല, കർത്താവെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എൻ്റെ വരങ്ങൾ എൻ്റെ ജീവിത സന്ധാരണത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുകയില്ല. ഇല്ല, ദൈവം തന്ന കഴിവ് ഉപയോഗിച്ച് ഞാൻ മാനവും നേടുകയില്ല. ചിലർക്ക് പണമുള്ളതുകൊണ്ട് പണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളത് ചെയ്യുന്നത് മാനത്തിന് വേണ്ടിയായിരിക്കും. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ അറിയുന്ന ഒരു മനുഷ്യൻ അവൻ പണത്തിനായിട്ടാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവനെ കേൾക്കുമോ? എന്നാൽ പണത്തിനോട് ഒരു താല്പര്യമില്ലാതെ മറ്റൊരാൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടാൽ ആരുടെ ശുശ്രൂഷയായിരിക്കും നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുന്നത്? എനിക്ക് നിശ്ചയമുണ്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പണം വാങ്ങാതെ ശുശ്രൂഷിക്കുന്ന ഒരാൾ. ശരി, ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. ധാരാളം ആളുകളുണ്ട്, അവർ
അവരവരുടെ പാട്ടുകൾ എഴുതിയത് പണത്തിനായിട്ടല്ല. ചാൾസ് വെസ്ലി, ഫെന്നി ക്രോസ്ബി അവരെഴുതിയ ആയിരക്കണക്കിന് പാട്ടുകളൊക്കെ അവർ പണം വാങ്ങിയിട്ടില്ല. എന്നാൽ ഇന്നത്തെ ഗാനരചയിതാക്കളെ പോലെ പണത്തിനായിട്ട് ഇത് ചെയ്യുന്നവരുടെ പാട്ടുകൾ നിങ്ങൾ അത് പാടരുതെന്നല്ല ഞാൻ പറയുന്നു. ആരുടെ പാട്ടുകളായിരിക്കും നിങ്ങളെ ആത്മീയമായിട്ട് സഹായിക്കുന്നത്? എനിക്കറിയാം അതിൻ്റെ ഉത്തരം. പണത്തിനായിട്ട് അത് എഴുതാത്ത ആട് അവൻ പാട്ടെഴുതി, എന്നാൽ ഒരു പണവും അതിനുവേണ്ടി സ്വീകരിച്ചില്ല. എനിക്ക് ആ പാട്ട് പാടാനാണ് ഇഷ്ടം. ഞാൻ പറയട്ടെ, ആ പാട്ടുകളാണ് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത്. പണത്തിനു വേണ്ടി പ്രസംഗിക്കാത്ത പ്രസംഗകരുടെ പ്രസംഗമാണ് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ ആ പരീക്ഷയിൽ ഇതുപോലെ മറിഞ്ഞു കിടന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പരീക്ഷിക്കപ്പെട്ടു. അത് ശരിയാണോ? വളരെ ഉയരമുള്ള ഒരു ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. പേടിക്കേണ്ട, ദൂതന്മാർ നിന്നെ കാത്തോളും. നിങ്ങൾക്കറിയാവോ, പിശാചും ദൈവവചനം നമ്മളോട് പറയും. പിശാച് യേശുവിനോട് ദൈവവചനം പറഞ്ഞെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? നിങ്ങൾ ചിന്തിക്കല്ല, ആരെങ്കിലും ദൈവവചനം പറഞ്ഞാൽ അത് ദൈവമാണ് പറയുന്നതെന്ന്. യേശുവിൻ്റെ ആദ്യത്തെ പരീക്ഷ കല്ലപ്പമാക്കാനായിട്ട് പറഞ്ഞപ്പം യേശു പറഞ്ഞു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു. പിശാച് പറഞ്ഞു, ആഹാ, അപ്രകാരം എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവവചനം തന്നെ പറയാം. ഈ ദേവാലയത്തിൽ നിന്ന് മുകളിൽ നിന്ന് ചാടുക, കാരണം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞ കാര്യം തന്നെ അവൻ പറയുന്നു. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ കൊണ്ട് തൻ്റെ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാത്തുകൊള്ളും. ദൈവവചനം പറയുകയാണ്. യേശു എന്താണ് അതിന് മറുപടി കൊടുത്തത്? ഇങ്ങനെ കൂടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലല്ല സത്യം ഇരിക്കുന്നു. സത്യം ഇങ്ങനെയാണ്, എഴുതിയിരിക്കുന്നു, ഇപ്രകാരം കൂടെ എഴുതിയിരിക്കുന്നു. ഒരു കിളിയെപ്പോലെ സത്യത്തിന് 2 ചിറകുകളുണ്ട്. ഒരു ചിറകുകൊണ്ട് പറന്നാൽ നിങ്ങൾ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു വചനം വേറൊരു വചനവുമായിട്ട് തുലനം ചെയ്ത് നോക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് പിശാചിനെ ജയിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിശാച് നിങ്ങളോട് ഒരു വചനം പറയുമ്പം നിങ്ങൾ പറയും, ഓ അത് ദൈവവചനമല്ലേ, എനിക്കത് എടുക്കാം. ഓ ദൈവവചനം എനിക്ക് മനസ്സിലായി. എന്നാൽ ദൈവവചനത്തിൽ വേറെയും എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകാം, പരീശന്മാരെ പോലെ തന്നെ.